ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രസ്താവന കോൺഗ്രസിന്റെ നിലപാടെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറയുന്നു. കോൺഗ്രസുകാർ സാധാരണക്കാരന് പെൻഷൻ കിട്ടുന്നത് എതിർക്കുന്ന ആളുകളാണ്. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ജനസംഘത്തോടൊപ്പം ഒന്നിച്ച് ജാഥ നടത്തിയവരാണ് കോൺഗ്രസുകാരെന്നും M സ്വരാജ് 24നോട് പറഞ്ഞു. LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് വഴിക്കടവ് പഞ്ചായത്തിലാണ് പ്രചാരണത്തിനായി പോകുന്നത്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വഴിക്കടവിലാണ് ഇന്നലെ സ്വന്തം പഞ്ചായത്ത് പോത്തുകല്ല്. നമ്മൾ പഴയ വീടൊക്കെ കണ്ടു. എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം? എങ്ങനെയുണ്ട്? വളരെ സ്നേഹപൂർവമായ പ്രതികരണമാണ്. ഈ നാട് വീടെന്നൊക്കെ പറയുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ശരിക്കും ബാല്യകാലം ചെലവഴിച്ച ജനിച്ചു വളർന്ന നാടാണ് ഇപ്പോഴത്തെ പോത്തുകല്ല് പഞ്ചായത്തിൽപ്പെട്ടത്. ഇന്നലെ KC വേണുഗോപാലിൻ്റെ കഴിഞ്ഞ ദിവസം UDF കൺവെൻഷനിലെ പരാമർശം അത് വല്ലാത്ത തോതിൽ വിവാദമായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത് കൈക്കൂലി കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ പെൻഷൻ ഒരു കൈക്കൂലി പോലെ കൊടുത്ത് വോട്ട് വാങ്ങുന്നു എന്ന തരത്തിലുള്ള പരാമർശമാണ്. ഇന്നലെ വലിയ പ്രകടനമൊക്കെ LDFിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടു. അതിനെങ്ങനെയാണ് നോക്കിയത്? ഈ പറഞ്ഞ പരാമർശം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തെ മാത്രം കുറ്റം പറയണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമൊന്നും ആയിരിക്കില്ല. അത് കോൺഗ്രസിന് അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നു. പക്ഷേ അധികം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ അങ്ങനെ പറയുന്നില്ല. ഇദ്ദേഹം പക്ഷേ ഇപ്പോഴും അങ്ങനെ പറഞ്ഞു. അങ്ങനെ വേണം കരുതാൻ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്ത നാട് നമ്മുടെ നാടാണ്, കേരളമാണ്. അപ്പോഴാണ് കർഷക തൊഴിലാളിക്ക് പെൻഷനോ? ഇതൊരു വലിയ ആശ്ചര്യജനകമായ ചോദ്യമായിരുന്നു. അന്ന് കോൺഗ്രസ് തന്നെ എതിർത്തു, അതിശക്തമായിട്ട് എതിർത്തു എന്ന് മാത്രമല്ല സമരം ചെയ്തു. അവർ പറഞ്ഞത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ്റെ ആവശ്യമില്ല, അങ്ങനെ പെൻഷൻ കൊടുത്താൽ അവർ കള്ളു കുടിക്കും. ഇതായിരുന്നു. നമുക്കിപ്പോൾ അത്ഭുതമായിട്ട് തോന്നുന്നു, വിചിത്രമായി തോന്നും. തീർച്ചയായും. സ്വാതി കൃഷ്ണയ്ക്കൊപ്പം ശ്രീകുമാരൻ, 24 നിലമ്പൂർ.